رسول الله عساك تمر إليه أنك فزت بما. സാധാരണക്കാരായ ആളുകൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്, മനസ്സുകളെ ചൂഷണം ചെയ്യുന്നൊരു വിഷയമാണ്. ഒരാൾ ഒരു ആവശ്യമായി ചെല്ലുമ്പോൾ പെട്ടെന്ന് ആളുകളുടെ മേത്ത് ഇന്ന ആളുകളുടെ ബാധയുണ്ട്, അല്ലെങ്കിൽ ഇന്ന തങ്ങൾ അവരുടെ ശരീരത്തിലുണ്ട്. അത്തരത്തിലൊക്കെ യാഥാർത്ഥ്യത്തിൽ ഉണ്ടോ? രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. ഇന്ന തങ്ങളുടെ റൂഹ് വേറൊരു ജസദിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് പണ്ഡിതോചിതമായ ഒരു ചർച്ചയാണ് നാം ചെയ്യുന്നതെങ്കിൽ മുംകിനാണത്, സാധ്യതയുള്ളതാണ്. പക്ഷെ ഇന്ന് കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന ആ അർവാഹുകൾ ഒരു ജസദിലേക്ക് കയറി എന്ന് പറയുന്നത് 99% കളവാണ്, അസത്യമാണ്. വഫാത്തായ മഹാന്മാരുടെ റൂഹുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളിലേക്ക് കയറില്ല എന്ന് അൽഹംദുലില്ലാഹ് ഉസ്താദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. നമ്മുടെ പല ഉസ്താദുമാരും ഈ വിഷയമായിട്ട് പലപ്പോഴും അവരുടെ പ്രസംഗങ്ങളിലും എഴുത്തിലൊക്കെ നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ അടുത്ത് ഈ വിഷയത്തിലെ ഒരു അറിയപ്പെട്ടൊരു ഉസ്താദിൻ്റെ ഒരു അഭിമുഖം കേൾക്കാനിടയായി. അതിൽ ഉസ്താദ് പറയുന്നത് ഈ ഒരു വിഷയം അത് ഒരു മുംകിനായ വിഷയമാണ്. അങ്ങനെ മഹാന്മാരുടെ ആത്മാവ് ഒരാളുടെ ശരീരത്തിൽ കയറൽ മുംകിനായ ഒരു സംഭവമാണ്. അങ്ങനെ 99% കഴിയില്ലെങ്കിലും 1% അതിനൊരു സാധ്യതയുണ്ട് എന്ന് അനാവസ്ഥ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണ്? ഈ മുംകിനാണ് എന്ന് പറഞ്ഞത് എല്ലാ വ്യാജന്മാർക്കും വ്യാജസിദ്ധന്മാർക്കൊക്കെയുള്ള ഒരു പിടിവള്ളിയായി തീരുന്നത്. അതായത് 99% അത് കയറില്ലാതെ കളവാണ് പറയുന്നത്, എന്നാൽ 1% ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ വ്യാജന്മാരെല്ലാം എന്താ ആ ശതമാനത്തിൽ പിടിക്കും. എല്ലാവരും ഇപ്പം അങ്ങനെയാണല്ലോ, ഞങ്ങളാണ് ആ പറഞ്ഞ 1% എന്താണ്, ഞങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള വാദങ്ങൾ ഇത് ഈ വ്യാജസിദ്ധന്മാർക്കൊക്കെ ഒരു പിടിവള്ളി, ഒരു ചവിട്ടുപടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ്. വഫാത്തായവരുടെ റൂഹ് ജീവിച്ചിരിക്കുന്ന ആളുടെ ശരീരത്തിൽ കടക്കുക എന്നത് മുംകിനാണെന്നല്ലേ പറയാം. കാരണം മുംകിനാണെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് എന്ത് ചെയ്യണം, പറയണം. എത്രയോ മഹാത്മാക്കളിവിടെ ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? അവിടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഇങ്ങനെ ഒരു ആത്മാവ് കയറിയതായിട്ട് ചരിത്രത്തിൽ എവിടെയെങ്കിലും കാണാൻ കഴിയും? ഏതെങ്കിലും കിതാബിൽ അങ്ങനെ എന്താണ് കയറുമെന്നോ അങ്ങനെ കയറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പം അത് മുംകിനാണെന്ന് വാദിക്കുകയാണെങ്കിൽ അതിന് തെളിവ്, വ്യക്തമായ തെളിവ് എന്ത് ചെയ്യണം, ഹാജരാക്കണം. പണ്ഡിതോചിതമായ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ അത് മുഹാലാണ് എന്നാണ് പറയാനുള്ളത്. ഇജ്തിമാഉൽ ലിദ്ദൈനി മുഹാലുൻ എന്നെല്ലാവർക്കും അറിയുന്നതാണ്. അത് ദർസുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും. അപ്പം മുംകിനെന്ന് പറഞ്ഞാൽ സാധ്യമായത്, മുഹാലെന്ന് പറഞ്ഞാൽ അസാധ്യമായത്. അപ്പം നമ്മളിവിടെ പറയുന്നത് അങ്ങനെ കടക്കുക എന്നത് മുഹാലാണ്, അസാധ്യമാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താ, 2 വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് കൂടൽ എന്താണ്, മുഹാലാണ്. 2 വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് കൂടൽ അസാധ്യമായ കാര്യമാണ്. ഇരുട്ടും വെളിച്ചവും. ഇരുട്ട് വന്നാൽ അവിടെ പിന്നെ വെളിച്ചമല്ല. ഇരുട്ട് വെളിച്ചമാണെങ്കിൽ അത് ഇരുട്ടുമല്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടില്ലല്ലോ. ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി ഖൽബുൻ വലാ സൂറത്തുൻ എന്ന് പറഞ്ഞല്ലോ. നായയുള്ള ഭവനത്തിൽ എന്തില്ല, മലക്കുകൾ എന്തില്ല, പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഇല്ലത്ത് പറഞ്ഞ എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞു. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഇല്ലത്ത് പറഞ്ഞത് വലിയ അന്ന ബാലഹ യുസമ്മ ഷൈത്താനൻ കമാ ജാ ബിഹിൽ ഹദീസു. ഹദീസിൽ വന്നതുപോലെ ചില നായകൾക്ക് എന്താണ് ഷൈത്താൻ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. ചില നായകൾക്കാണ് എന്താണ് ഷൈത്താൻ എന്ന് പേര് പറയപ്പെടുന്നത്. അതുകൊണ്ട് നായ അങ്ങനെ പറയുന്നത് കൊണ്ട് നായയുള്ള സ്ഥലത്ത് തന്നെ ആര് കടക്കൂലെന്ന്, മലക്കുകൾ. എന്നിട്ട് നബിമാൻ പറയുന്നത് വൽ മലായികത്തു ലിദ്ദു ഷയാത്തീൻ, മലക്കുകൾ പിശാചുക്കളുടെ എതിരാളികളാകുന്നു. ഇത് രണ്ടും വൈദ്യശക്തികളാണ്. 2 വൈരുദ്ധ്യങ്ങൾ എന്തില്ല, ഒരുമിച്ച് കൂടില്ല. ഏത്, ഇരുട്ടും വെളിച്ചവും പോലെയാണ്. വഫാത്തായ മഹാത്മാക്കളുടെ ആത്മാവിനെ കുറിച്ച് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. അവിടെ നിന്ന് പറഞ്ഞു, ലിഅന്ന ജൗഹറൻ നഫ്സി മിൻ ജിൻസിൽ മലായികത്തി, അടിസ്ഥാനപരമായിട്ട് മനുഷ്യാത്മാവ് അത് മലക്കിന്റെ വർഗത്തിൽപ്പെട്ടതാണ്.
നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്, മലക്കിന്റെ വർഗത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് പറയാണ് വഹിയ കശോലത്തി ബിൻ നിസ്ബത്തി ഇല ഷംസി വൽ ഖത്രത്തി ബിൻ നിസ്ബത്തി ഇലൽ ബഹരി. ഈ ഒരു മനുഷ്യാത്മാവ് ഈ മലക്കിന്റെ ലോകത്തേക്ക് ചേർത്ത് നോക്കുമ്പോൾ സൂര്യനിൽ നിന്നുള്ളതായ, സൂര്യനിലേക്ക് ചേർത്തിട്ട് ഒരു കിരണം, സൂര്യന്റെ ഒരു രശ്മി പോലെയാണ്. സമുദ്രത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു തുള്ളി വെള്ളം പോലെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു തുള്ളി വെള്ളം പുറത്തോട്ട് വരുമ്പോൾ, സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരുമ്പോൾ ആ വെള്ളത്തിനെ കുറിച്ച് നമ്മൾ എന്താണ്, വെള്ളം എന്നാണ്, ഒരു തുള്ളി വെള്ളം എന്നാണ് പറയുന്നത്. അത് വീണ്ടും അങ്ങോട്ട് മടക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്തെന്ന് പറയും, സമുദ്രം എന്ന് പറയും. എന്നതുപോലെ ഈ ആത്മാവ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, മലക്കാകുകയാണ്. താല്ലുക്കാത്തുൽ ജുസ്മാനിയത്തു ഹിയല്ലത്തി തഹൂലു ബൈനഹ വ ബൈനൽ മലായിക്കത്ത്. ഈ ശരീരവുമായിട്ടുള്ള ഇതിന്റെ ബന്ധമാണ് എന്ത് ചെയ്യുന്നത്, ഈ മലക്കിന്റെയും ഈ ആത്മാവിന്റെ ഇടയിൽ മറയായിട്ട് നിൽക്കുന്നത് ഏതാണ്, ശരീരവുമായിട്ടുള്ള ഈ ആത്മാവിന്റെ ബന്ധമാണ്. എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയാണ് ഫൈദാ സാലത്തിൽ അലായിക്കത്തിൽ അലായിക്കുൽ ജുസ്മാനിയത്തു വ തദ്ബീറാത്തുൽ ബദനിയത്തു ഫഖദ് സാലൽ വിത്താഉ വൽ വിത്താഉ. അങ്ങനെ ഈ ശാരീരികമായിട്ടുള്ള ഈ ശരീരവുമായിട്ടുള്ള അതിന്റെ ബന്ധങ്ങളും ഈ നിയന്ത്രണങ്ങൾ, ശരീരത്തിന് നിയന്ത്രിക്കൽ, അതെല്ലാം എന്താണ്, നീങ്ങിപ്പോയാൽ അവിടെ എല്ലാം മറയെല്ലാം എന്ത് ചെയ്യാണ്, നീങ്ങുകയാണ്. മറയൊക്കെ എന്താണ്, നീങ്ങുകയും ഫയത്തസിലിൽ അസറുബിൽ മുഅസ്സിരി, ആ ഫലം ചെയ്യിപ്പിച്ചവനിലേക്കും, വൽ ഖത്രത്തു ബിൽ ബഹരി, ഈ തുള്ളി വെള്ളം സമുദ്രത്തിലേക്കും, സൂര്യകിരണം സൂര്യനിലേക്കും എന്തെയും എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശരീരത്തിന്റെ നിയന്ത്രണങ്ങളിൽ നിന്നെല്ലാം മുക്തമായ, ഈ പരിശുദ്ധമായ നിയന്ത്രണങ്ങളിൽ നിന്നൊക്കെ, ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ആ അവസ്ഥയിൽ നിന്നൊക്കെ മുക്തമാകുന്നതായ ആത്മാവുണ്ടല്ലോ, അത് ശരിക്ക് മലക്കിന്റെ അവസ്ഥയിലേക്കാകുന്നു എന്നാണ് പറയുന്നത്. മലക്കിനെ പോലെയൊന്നുമല്ല പറയുന്നത്.